വാർദ്ധക്യം ഒരു അനിവാര്യതയാണ്. വഴുതി പോകാൻ കഴിയാതെ സകല മനുഷ്യന്റെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം. ഇലകളും ശിഖരങ്ങളും ഊർന്നുപോയി ഒറ്റത്തടിയായി അവശേഷിക്കുന്ന മരം പോലെ ഓർമ്മകൾ പാളം തെറ്റിയ ഒരു വൃദ്ധന്റെ കഥയാണിത്. ദി ഫാദർ. പ്രായാധിക്യത്തിന്റെ ആശയക്കുഴപ്പത്തിന്റെ മണിക്കൂറുകളിൽ ഒരാൾ എങ്ങനെയാണ് വാർദ്ധക്യത്തെ വിജയകരമായി നേരിടുക? മകളെ മറക്കുക, അവളുടെ വാക്കുകൾക്ക് സ്ഥിരതയില്ലെന്ന് തോന്നുക, താമസിക്കുന്ന ഫ്ളാറ്റിന്റെ നിറവും ഫർണിച്ചറും മാറിയതായി തോന്നുക, മകൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും മരുമകനെ അപരിചിതനായി തോന്നുകയും ചെയ്യുക. ഓർമ്മകൾ പാതി മരിക്കുമ്പോൾ വൃദ്ധൻ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളിലൂടെയും പ്രേക്ഷകരെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുകയാണ് ഈ ചിത്രം. ഇതാണ് 2020 ഇറങ്ങിയ ഫ്ലോറിയൻ സെല്ലർ സംവിധാനം ചെയ്ത 1 മണിക്കൂർ 37 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അതിമനോഹരമായ ചലച്ചിത്രം ദി ഫാദർ. ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഭാവിക്കുമിടയിൽ ആന്റണി എന്ന വ്യക്തിയുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ചലച്ചിത്രം. ഓർമ്മകളുടെ നരച്ചു തുടങ്ങിയ ഭൂപടങ്ങളിലൂടെ ഒരാൾക്കും തന്റെ ജീവിതവും സ്വകാര്യതകളും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ആന്റണി എന്ന വൃദ്ധൻ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിന്റെ കഥയാണ് ഈ സിനിമ. 2021 മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിക്കൊടുത്ത ദി ഫാദർ മുഴുവൻ മനുഷ്യരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിത സന്ദർഭമാണ്. ആന്റണി ഹോപ്കിൻസിന് ഈ സിനിമയിലാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. 1991 ഇറങ്ങിയ ദി സൈലൻസ് ഓഫ് ലാംസിൽ കേവലം 16 മിനിറ്റ് മാത്രം സ്ക്രീനിൽ വന്ന് ഓസ്കാർ അടിച്ചു മാറ്റിയ നടനാണ് ആന്റണി ഹോപ്കിൻസ്. മികച്ച നടനുള്ള ബാഫ്ത, യൂറോപ്യൻ ഫിലിം അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ഈ ചിത്രത്തിന് ആന്റണി ഹോപ്കിൻസ് നേടിയെടുത്തത്. ഈ നടനെ വ്യത്യസ്തമാക്കുന്നത് അഭിനയത്തിലെ പതിഞ്ഞ നോട്ടവും താളാത്മക ചലനവുമാണ്, ഒപ്പം മിതത്വത്തിന്റെ ശരീരഭാഷയും. സമാനതകളില്ലാത്ത സൂക്ഷ്മാഭിനയമാണ് ആന്റണി ഹോപ്കിൻസിൻ്റെതെന്ന് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നു. അദ്ദേഹത്തിന്റെ കൺപുരികങ്ങൾ വരെ അഭിനയിക്കുന്നത് നമുക്ക് കാണാം. ത്രസിപ്പിക്കുന്ന ട്വിസ്റ്റുകളോ അനിശ്ചിതത്വങ്ങളോ ത്രില്ലിംഗ് നിമിഷങ്ങളോ ഒന്നുമില്ല ഈ സിനിമയിൽ. ആരെയും കൂസാത്ത ഒരു വൃദ്ധൻ രസകരമായി ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ദി ഫാദർ. ദി ഫാദറിൽ ഒറ്റപ്പെടലിന്റെ വേദനയുണ്ട്, മകളുടെ പിതൃസ്നേഹമുണ്ട്, സ്നേഹത്തിൽ ഒളിപ്പിച്ച സന്ദേഹത്തിന്റെയും സംശയത്തിന്റെയും ഒരു പാളിയുണ്ട്, കുടഞ്ഞുകളയാൻ കഴിയാത്ത മകളുടെ ചേർത്ത് പിടിക്കലുണ്ട്. അമ്മയെ കാണണമെന്ന് വാശി പിടിക്കുന്ന ഈ ജ്ഞാനവൃദ്ധൻ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. ആൻ എന്ന മകളെ സ്ക്രീനിൽ അനശ്വരയാക്കിയ ഒലിവിയ കോൾമാനും തകർപ്പൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കണ്ടു തന്നെ തീർക്കണം ഈ സിനിമ. ഹൃദയം കൊണ്ട് മാത്രം കാണേണ്ട ചില സിനിമകളില്ലേ, അത്തരത്തിൽപ്പെട്ട നന്മയുള്ള ഒരു മനോഹര ചലച്ചിത്രമാണ് ദി ഫാദർ.